അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റുമിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. സുവിശേഷ വിചിന്തനം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ശരിവയ്ക്കുന്ന സംഭവമാണ് സുവിശേഷ ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒരു ഭവനത്തിൽ തിങ്ങി നിറഞ്ഞ ജനത്തിന് നടുവിലിരുന്ന് താന്താന്തങ്ങളുടെ ദൈവഹിതം എന്തെന്നതിനെക്കുറിച്ചുള്ള നിശാബോധം നൽകുന്ന യേശുനാഥനെ സ്വഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ അമ്മയും സഹോദരങ്ങളും പുറത്ത് കാത്തു നിൽക്കുന്നുവെന്ന് അവർ അവിടത്തെ അറിയിച്ചപ്പോൾ യേശുവിൻ്റെ പ്രതികരണം രക്തബന്ധത്തേക്കാൾ ആത്മീയ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലായിരുന്നു. യേശുനാഥൻ്റെ ഇതേ മനോഭാവം സ്വീകരിച്ച വിശുദ്ധരിൽ വച്ച് വിജ്ഞനും വിശുദ്ധ കുർബാനയോടുള്ള അസാധാരണമായ ഭക്തിക്കുടുമയും തിരുസഭയോടുള്ള ബഹുമാന ആദരവും അനിർവചനീയമായ എളിമയുടെയും വാക്താവായ വിശുദ്ധ തോമസ് അക്യുനാസിനെ ഇന്നേ ദിനത്തിൽ വണങ്ങുന്നതും ശ്രേഷ്ഠകരം തന്നെയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതിയും ഉദ്ദേശവും മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിത രീതിക്ക് മാറ്റം വരും. നേരായ ജീവിതത്തെക്കുറിച്ചുള്ള വെളിപാടിലൂടെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിനായി സങ്കീർത്തകനോടൊപ്പം നമുക്കും ആഴമായ വിശ്വാസത്തോടെ ഏറ്റുപറയാം, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഇതാ ഞാൻ വരുന്നു.